അതാ കുളി കഴിഞ്ഞു. എത്ര പെട്ടെന്നാ കള്ളക്കുളി ആയി പോയല്ലോ കുഞ്ഞ്. നല്ല നല്ല കുളി തന്നെ കുളിച്ചില്ലേ. കാക്കക്കുളി ആയി പോയോ എന്നൊക്കെ ഒരു സംശയം ഉണ്ട് കേട്ടോ. കാക്കക്കുളി ആയി പോയോ എന്നൊരു സംശയം ഉണ്ട് അറിയാ കേട്ടോ. ചേച്ചിയുടെ കുളി കഴിഞ്ഞു. ചപ്പാത്തി ഇതെന്താ എത്ര എണ്ണുള്ളത്? ചെറുതുണ്ടാണല്ലോ. അതെ ഇവിടെ വേറെ പൈപ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ. അത് കുറേ മറ്റേതിനെടുത്തായിരുന്നു, അടുപ്പൂതാൻ എടുത്തായിരുന്നു അമ്മ. പിന്നെ എവിടെ പോയണോ? ഇത് നല്ല വണ്ണം കൂടി പോയി. വെള്ളക്കൊപ്പി കാണാല്ലേ? അത് 6 അവര് കൊണ്ടുവന്ന അത്ര കടയിൽ. അത് 5 നമ്മൾ വാങ്ങിയെന്ന്. വെള്ളക്കൊപ്പി കാണാല്ലേ? ഇന്നത്തെ പാല് കൊടുക്കണ്ട അതിലായി കൊടുത്തോ. കുപ്പിയില്ലാണ്ട് കുട്ടികൾ സ്കൂളിൽ പോയി ശരിയല്ലേ. പാല് എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലോ. കട്ടൻ കാപ്പിയിൽ കുടിക്കുക. കുട്ടികൾ എന്താ ചെയ്യുക? ഒരു കൂട്ടാട്ടോ, കുമ്പളങ്ങ, മത്തൻ, ചക്കക്കുരു. സുവന് ഇന്നത്തെ മോരിക്കൂട്ടാനിൽ കുമ്പളങ്ങ ഉണ്ട്, ചക്കക്കുരു ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നുമില്ല. എന്തെന്നറിയോ, 2 ആൾക്ക് ഒരേപോലത്തെ കളറുകളാ. ഒരാൾ വെള്ളം കൊണ്ടുപോയാൽ മതി, ഒരു കുപ്പി പൊടിയിരുന്നോട്ടെ. മനസ്സിലായോ? അല്ല കൊണ്ടേക്കോ. ഉണ്ണി കുപ്പി മാറരുത് എന്നാ പറഞ്ഞത്. കുപ്പി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞു വെച്ചല്ലേ, ഞാനല്ല നിങ്ങളാണ് കൊണ്ടേ കളഞ്ഞു പറഞ്ഞിട്ടായിരിക്കും അടി ഉണ്ടാവും അവിടെ. ഞാനിപ്പോ ഒരു കത്തി ഇവിടെ വെച്ച് എത്ര ദിവസം ഉണ്ടാവും ഇപ്പൊ ഈ കുപ്പി? ഇതേപോലെ എത്ര കൊല്ലം വാങ്ങിയതാ? 4 ദിവസം ഉണ്ടാ കുപ്പി. 5ാമത്തത് കുപ്പി ഉണ്ടാവില്ല, തൊടിയില്ല. പുതുസാ നമുക്ക്. എന്തെന്നിട്ട് വേണം? അതിന് സമയം ആവണേല്ലേ, 8 മണിയായി. ഫ്രിഡ്ജിൽ വെക്ക്, എന്നിട്ട് ബുക്കൊക്കെ അല്ലേ നനയാ. പേരി വയ്ക്കാൻ പയർപ്പേരി കൂട്ടാനും പേരി. അമ്മ അവിടെ പൂരി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടോ? ചപ്പാത്തി നിങ്ങൾക്ക് ചപ്പാത്തി വേണല്ലോ അല്ലേ? അത് 2 നന്റെയാണ്. അത്രക്കൊക്കെ ചോറ് നീ തിന്നുവോ 2 അതല്ല രസം. അനിയനും വാങ്ങി, ഏട്ടനും വാങ്ങി ചോറ്റും പാത്രം. ഏട്ടൻ വാങ്ങിയതിന് ഇവിടെന്നാണ് കേട്ടോ വാങ്ങിയത്, കൊണ്ടേ കൊടുക്കുക അല്ലേ? കണ്ടോ, പഴയത് മതി. പുതിയതും കൊണ്ട് പോ. അതെ, അമ്മൂനുണ്ടല്ലോ ചോറ്റും പാത്രം. എന്താ കൊണ്ട് കേറിക്ക കുഞ്ഞ, പഴയത് കുഞ്ഞ. ആ കായ് കൊണ്ട് കേറിക്കോ തൽക്കാലം. വല്യമ്മ കിടക്കണ റൂമില്ലേ,
വലിയമ്മ കിടക്കണ റൂമിൻ്റെ താഴെ എന്താ ഈ പൊട്ടും പൗഡറൊക്കെ വെക്കുന്ന ഇതില്ലേ അലമാരല്ലേ, അലമാരയുടെ താഴെ ഉണ്ട് ഒരു ടവല് പുതിയത്. ആ അതില്ല കേട്ടോ, ആകെ ഒന്നേ ഉള്ളൂ. പണ്ടൊക്കെ വെള്ളമുണ്ടൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ അത് 4 ഭാഗം ഭംഗിയിൽ തുന്നിയിട്ട് അതിലൊരു പൂവും വെച്ച് തന്നു കഴിഞ്ഞാൽ ടവലായിട്ടോ. വാവേ കുളിക്കണ തോർത്ത മതിയാ? കണ്ടോ, അത് മതി കുട്ടിക്ക്, അത് മതി കുട്ടിക്ക്, അത് മതി. കുളിയുടെ തോർത്തിൽ മടക്കി വെച്ചാ മതി. ഇന്നലെ എന്തോ ഒരു സന്തോഷമായിരുന്നു സ്കൂളിൽ പോവാന്. ഇന്ന് ചെറിയൊരു ബൾബ് കമ്മിയായി, നാളേക്ക് ഒന്നും കൂടി കമ്മിയാവും. ഈ ആഴ്ചയിൽ എങ്ങനെയെങ്കിലും തട്ടി വിട്ടു. ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ഉണ്ടാവുക രസം. തിങ്കളാഴ്ച ഞങ്ങള് അയ്യോ പറഞ്ഞിട്ട് ഒരു കരച്ചിലായിരിക്കും. എന്ന് രണ്ടെണ്ണല്ലേ വാങ്ങിയത്? വേറെ 2 ഉണ്ടേ, 4 ഉണ്ടേ. അതൊക്കെ ഇപ്പൊ എവിടെ ആ അടുക്കി വെച്ചതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ടവലുകള് ഇല്ല പറഞ്ഞല്ലേ. ഇനി ഓൺലൈനിൽ നിന്ന് ടവലുകൾ വാങ്ങണം. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ അല്ലേ നല്ല നല്ല ടവലുകൾ കിട്ടുന്നുണ്ട് കേട്ടോ, കട്ടിയുള്ളത് അല്ലേ. ഇപ്പം അത് എന്താ 39 രൂപയ്ക്കൊക്കെ 39-40 രൂപയ്ക്കൊക്കെ ടവലുകൾ ഇതാ. ഇന്നലെ നമ്മുടെ ഇവിടെ ഇതൊക്കെ പുകയായിരുന്നു കേട്ടോ, മരം വെട്ടലൊക്കെ. നമ്മൾക്ക് ഇന്നലെ അതും കൊണ്ടില്ലേ കിട്ടിയില്ലേ, അത് കിട്ടിയില്ലേ? ആ അതാണ് അവിടെ ഒന്നും നിറച്ചിട്ടില്ല. കണ്ടോ, 2 ചോറ്റും പാത്രം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ ഇനി ആർക്കും വേണ്ട ചോറ്റും പാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ടല്ലോ. ഏട്ടനും 3 വാങ്ങി, സതിയേട്ടൻ എന്താ ഇന്നലെ രാത്രി തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വാങ്ങാൻ പോയപ്പോഴല്ലേ വാങ്ങിക്കൊടുക്കുന്നത്? എങ്ങനെ അറിയുന്നു? നോക്ക് ഇവിടുത്തെ കഥകൾ അങ്ങനെയുണ്ട്. ഇവിടെ എങ്ങനെയാണ് കേട്ടോ, ഏട്ടനും വാങ്ങും അനിയനും, ഏട്ടനും വാങ്ങും അനിയനും വാങ്ങും. ആണ് അവസ്ഥ. ഞാൻ എപ്പോഴും പറയും അങ്ങ് ചില സമയത്തൊക്കെ അല്ലേ മീനും ഒരാൾ മീനുമായിട്ട് വരും, ഒരാൾ ഇറച്ചിയുമായിട്ട് വരും ചില സമയം. ഇപ്പോൾ പിന്നെ ഞാൻ അത് അങ്ങനെ ആയിട്ട് ഒരു ഇതായപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ട് ഇറച്ചിയോ മീനോ വാങ്ങുന്നുണ്ടെങ്കിൽ പറയുന്നത്. അപ്പം എന്താ ചെയ്യും, 2 ആളുമായിട്ട് ഇല്ല. അത് വലിയൊരു പ്രത്യേകം. നിന്നോട് കളിച്ച് അങ്ങനെ ഉണ്ടാവുന്നല്ലേ. ഇതാ അമ്മുട്ടി വന്നതുണ്ടോ? അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് അമ്മുട്ടി. ചന്ദനക്കുറി ഇട്ടിട്ടോ. ഇന്നലെ ഞങ്ങൾ അമ്മൂൻ്റെ സ്കൂളിൻ്റെ അതിനെ പോയിട്ടോ. അപ്പോൾ അമ്മൂനെയും കൂട്ടിയിട്ട് ഒരിടത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് നോക്കി എവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ട് ഇവള് ആ അറ്റത്തെത്തിക്കണം. പിന്നെ ഇനി വണ്ടി തിരിച്ചിട്ട് പോകണ്ടേ പറഞ്ഞിട്ട് കൂട്ടിയില്ല. ഇല്ലെങ്കിൽ അമ്മൂനൊരു അവിൽ മിൽക്ക് കിട്ടണതായിരുന്നു, അതും പോയി അല്ലേ. എന്താണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടേ. അമ്മൂനല്ലേ മുടി വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറയുകയാണ് കേട്ടോ. അമ്മൂൻ്റെ പിറന്നാളാണ് ഈ മാസം 23-ാം തീയതി അല്ലേ അമ്മോ? ആ ഈ മാസം 23-ാം തീയതി അമ്മൂൻ്റെ പിറന്നാളാണ്. അതന്നെ. എന്നിട്ട് എന്താ പറയുന്നത് പറയാം, എൻ്റെ മുടി വെട്ടി തരണേന്ന്. അമ്മമ്മേ ഇതന്നെ ചിക്കൻ്റെ കറി തണുപ്പ അവിടെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയിട്ട്. ആ ഇപ്പൊ ബസ്സിന്റെ സമയം ഇട്ടിട്ടില്ലല്ലോ ഫോണില്. ഇതൊക്കെ പഴയ സമയം തന്നെ ഇരിക്കുന്നു. 9:15 സമയം മാറ്റിണ്ടാവില്ല. എവിടുന്ന് അച്ചാറ്? ആ അമ്മമ്മ ഇന്നലെ വെറുതെ മുളക് പൊടി ഇട്ടതാ. അതെ പോരാ, എന്നാ മോര് കറി തന്നെ. കുഴപ്പമില്ല, അലിച്ചു അത് കുറച്ചാവാം.
മോരുകറി അവന് ഇഷ്ടമാണ്. ഒരു ആണെങ്കിൽ കുറച്ചതാവാ. ഓ എടുത്തോ. സ്പെഷ്യൽ പയറുപ്പേരി മോര് കൂട്ടാനാണ് പറഞ്ഞ വെച്ചാൽ കുഴപ്പമില്ല. നാളെ സാമ്പാർ വെക്കി വിചാരിച്ചു. ആ ചെറിയൊരു വട്ടത്തിലുള്ളൊരു പാത്രം കൂടി വേണം. കൊണ്ടാട്ടം കൊണ്ട് വെക്കി ചാച്ചന് കൊണ്ടുപോകാനത്. ആ ഇങ്ങോട്ട് വെക്കി. ആ ഒന്നെടുത്തോ. അവിടെ ചോറൊക്കെ ആക്കിട്ടോ. നോക്കുമ്പോഴല്ലേ പെരി കുറച്ച് കമ്മിയാണ്. എല്ലാവരും പാടെ ചോറാക്കിയപ്പോൾ ഇപ്പോൾ വേഗില്ലേ. ഇവർക്ക് 2 പേർക്ക് ഓരോ കോഴിമുട്ട പൊരിക്കാൻ വിചാരിച്ചു. തേങ്ങ ഇട്ടിട്ട് പൊരിച്ചാൽ നല്ല രസമല്ലേ. എത്ര മതി കേട്ടോ തേങ്ങ. കുഞ്ഞുണ്ണി അവിടെ പുറപ്പെടുകയാണേ. എന്താണ്ടോ അമ്മ പൂരി ഉണ്ടാക്കിയത് കണ്ടില്ലേ. ഞാൻ ഇന്നലെ അരി അരയ്ക്കാൻ ഇടാതിരുന്നതാണ് കേട്ടോ. കാരണം കുട്ടിയോട് അമ്മമ്മയുടെ അടുത്ത് പറയാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. അമ്മ വന്നതും കൊണ്ട് പൂരിയും ചപ്പാത്തിയൊക്കെ പണി അടുക്കളയത്തെ കഴിഞ്ഞു. ഇപ്പം ഇനി ഉപ്പേരി എന്തെങ്കിലും വെക്കണം. ഉപ്പേരി വെക്കുക വേണ്ട. ഒരു കഷ്ണം സ്രാവ് മീനുണ്ട്, അപ്പം അത് വറക്കാം. മോരുക്കൂട്ടാൻ്റെ കൂടെ ശരിക്ക് മുട്ടക്രോസും ക്യാരറ്റും ഉപ്പേരിയും പപ്പടമാണ് രസമല്ലമ്മ. നല്ല നാരങ്ങ അച്ചാറും അല്ലെങ്കിൽ മാങ്ങ പൊക്കോട്ടെ. വാണേ കാതിൽ ആ മുത്തിൻ്റെ കമ്മലിട്ടാൽ ഒരു ശകരമുള്ളതില്ലേ, പോയി കഴിഞ്ഞാൽ കിട്ടാൻ വഴിയില്ല. രാവിലെ തന്നെ കോമഡിൻ്റെ അമ്മു. എന്താ അമ്മു എന്താ ചിന്തിക്കണ ഈ? വേഗം കഴിച്ചിട്ട് സുകന്യേ അപ്പോൾ കുഞ്ഞുണ്ണിക്ക് കഴിക്കാൻ കൊണ്ടുപോവാ. ചില സമയത്ത് നല്ല സ്നേഹമായിരിക്കും, ചില സമയത്ത് എങ്ങനെയാണ് തെറ്റുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിലില്ലേ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലല്ലേ, കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കൂ. എന്താണെന്നറിയോ, കുറച്ച് കൂടുതലുള്ള പോലെ തോന്നിട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എന്നാലും അമ്മ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയത് കടയത്തെ ഉണ്ടാക്കി കഴിക്കില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതപ്പയ്ക്ക് എന്താണെന്നറിയോ, ഇന്നലെ നമ്മൾ വിചാരിക്കാതെ കുറച്ച് പേര് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിയത് നന്നായില്ലേട്ടാ. അതും അല്ലെങ്കിൽ എപ്പോഴും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നും ഉണ്ടാവില്ല. പറയാണ്ട് ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞ് വെച്ചല്ലേ വല്ല ഉള്ള നമ്മുടെ മോരുക്കൂട്ടാനോ മത്തൻ കൂട്ടാനോ അങ്ങനെ. ഇത് മാത്രമല്ല പയറുപ്പേരി ഉണ്ട്. പോരാ മോരുക്കൂട്ടാനുണ്ട്. തേങ്ങ ചമ്മന്തി അരക്കണം വിചാരിച്ചാണ്. നാളെ മുതൽ ഇനി അരയ്ക്കുക തേങ്ങ ചമ്മന്തിയൊക്കെ. കഴിച്ചടാ. 5-6 കുറി ഇന്നിട്ടല്ലോ. ഓ വാച്ച് വാങ്ങ. ആ അണക്കം വാച്ച് വാങ്ങ കേട്ടോ. എന്നൊരു സമയം നോക്കാൻ ഞാൻ പിന്നാലെ വരണ്ടില്ലേ. ആ വാച്ച കിട്ടാൻ എൻ്റെ കയ്യുണ്ട്. സമയം നോക്കാൻ ഞാനും വരില്ലേ. കഴിഞ്ഞാ ചായ കുടിക്കണം. ഞാൻ ചായ കുടിച്ചിട്ടില്ല. രാവിലെ നേരത്തെ തുടങ്ങിയതാണ്. ചോറായി, കൂട്ടാനായി, ഉപ്പേരിയായി. ഇനി അടുത്തത് തുടങ്ങണം. കയ്യിലൊരു വാച്ചെങ്കിലും കെട്ടുക. അമ്മൂട്ടിന്റെ വാച്ച് ഇട്ടോ.
രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞു. നീ പൊക്കോളി. ടാറ്റാ. ഒരു പൊട്ട്, വലിയ പൊട്ടിടേ. അത്ര വേദനല്ല, ഇതിലും കൂടി കുറച്ചും കൂടി അമ്മുട്ടി. ഒന്ന് നോക്കാം അമ്മ ചേച്ചി പറയുന്നു. അപ്പോഴേ അവിടെ ഇല്ലേ തേക്ക് മുറിച്ചതിൻ്റെ കഴിക്കട്ടെ കേട്ടോ, കഴിച്ച് കഴിഞ്ഞിട്ടേലോ തേക്ക് മുറിച്ചതിൻ്റെ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ആ മുറ്റത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പോയി വൃത്തിയാക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കട്ടെ കേട്ടോ. ഒന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കണതാ. ഇപ്പോൾ എന്താ ചുറ്റി സ്കൂളിലേക്ക് പോവാണ്. ഇന്നലെ അച്ചുട്ടി പോയില്ല കേട്ടോ, ഇന്ന് അച്ചുട്ടി പോണ്. അച്ചുട്ടി ഇവിടെ സ്രാവുമീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കഷ്ണം. അച്ചു പറയുന്നത് എന്തോ ഒരു മണം വരുന്നു, എന്തൊരു മണം വരുന്നു. വറുത്ത് കഴിഞ്ഞാൽ ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ അരച്ചിട്ട് ഇങ്ങോട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എന്താ ടേസ്റ്റ് അല്ലേ. ഇന്ന് 2 മാസം കഴിഞ്ഞിട്ട് അച്ചുവിൻ്റെ കൂട്ടുകാരികളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇന്നലെ മുതലേ അച്ചുട്ടി ഫോൺ വിളിച്ചിട്ട് ഓരോരുത്തരോട് മെസ്സേജ് ഇട്ടിരുന്നില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അവൾക്കില്ലേ ഇന്ന് പോകണ്ട, ഇനി ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞപ്പോൾ അവൾക്ക് ഇന്ന് തന്നെ പോകണം. ഇന്ന് പോയാലേ അവൾക്ക് ബുക്ക് കിട്ടുള്ളൂ പറഞ്ഞിട്ട്. അമ്മു ചേച്ചി പോയി വാങ്ങിയാൽ മതി. അമ്മു ചേച്ചി അവിടെ കേട്ടില്ല, അവരെ അമ്മൂച്ചേനെ കേട്ടില്ലേ അന്ന് ചോറ് കൊടുക്കാൻ തന്നെ ഞാൻ. ടാറ്റ. ചെരുപ്പ് എവിടെ? അപ്പോൾ മക്കള് പോവാണ് കേട്ടോ. ഞാൻ ഇനി അവിടത്തുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ടാറ്റ. ചെരുപ്പ്